ഇനി ആഹാരം കഴിക്കാൻ ക്ഷണിക്കാൻ ആനയെ അമ്പാരിയായിട്ട് പോണോ? നേദ്യാരമ്മയ്ക്ക് ഇറങ്ങാറായില്ലേ? മോള് വരും ചേച്ചി, നിങ്ങൾ കഴിച്ചോളൂ. അങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടുത്തെ പതിവ്. പതിവൊക്കെ ഒരു ദിവസത്തേക്ക് മുടങ്ങിന്ന് വരും. അതൊന്നും കാര്യമാക്കണ്ട ചേച്ചി. ഭക്ഷണം കഴിക്കാൻ വരുന്നതൊക്കെ എങ്ങനെയാണോ? പിന്നെന്ത്, ഭക്ഷണം കഴിക്കാൻ മുട്ടിലെഴിഞ്ഞു വരണോ? ആഹാരം കഴിക്കാൻ വരുമ്പോഴേ ഒരു ഭയവും ഭക്തിയൊക്കെ വേണം. ഭയവും ഭക്തിയൊക്കെ കാണിക്കാൻ ഇത് അമ്പലമല്ലല്ലോ, ഡൈനിങ് ഏരിയ അല്ലേ. ദേ, നിന്റെ നിഷേധം അല്പം കൂടുന്നുണ്ടേ. ഞാൻ എന്ത് നിഷേധം കാണിച്ചു? ടേബിൾ മാനേഴ്സ് ഒന്നും തെറ്റിച്ചില്ലല്ലോ. എന്താ ചെറിയച്ച കഴിക്കാതിരിക്കുന്നെ? കഴിക്കാൻ മോളെ. അതെ, പെമ്പിളർക്ക് ഇത്തിരി അടക്കം ഒതുക്കമൊക്കെ ഉള്ളത് നല്ലതാ. ഞാൻ അമ്മയെ കണ്ട് വളർന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ അടക്കം ഒതുക്കൊക്കെ തീരെ കുറവാ. അല്ല, ഈ പെണ്ണുങ്ങൾക്ക് മാത്രം എന്തിനാ അടക്കം ഒതുക്കും? ആണുങ്ങൾക്കും ആയിക്കൂടെ? ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മില് എന്താ വ്യത്യാസമെന്ന് എനിക്കറിഞ്ഞൂടാ. മുതിർന്നവരോടെ ഇത്തിരി ബഹുമാനമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാ. എനിക്കാകെ ഭയവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നത് എന്റെ അച്ഛനോടായിരുന്നു. ഇപ്പോ ഞാനിരിക്കുന്നത് അച്ഛന്റെ മുൻപിലല്ലല്ലോ, മിനിസ്റ്റർ വർമ്മ സാറിന്റെ മുൻപിലല്ലേ. ഒരു മിനിസ്റ്ററെ ഭയക്കേണ്ട കാര്യം എനിക്കെന്താ? ഞാനും എല്ലാവരും പോലെ രാജ്യത്തെ പ്രജയാ.